എന്തിനാണ് പോണെന്നുള്ള ഐഡിയ ഉണ്ടോ? അതറിയായിരിക്കല്ലോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ആയിരിക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബാബുക്കുട്ടൻ ഒഫീഷ്യൽ. സോ ഇന്ന് ഇൻട്രോ പറയാനായിട്ട് അവരാരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, ഇതൊരു ചെറിയ സർപ്രൈസ് വീഡിയോ ആണ്. നാളെ, അതായത് 27th വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് 26th ആണ്. ഇപ്പോൾ സമയം 8:30 ആവാൻ പോകുന്നു. അപ്പോൾ ഞാൻ വൈഫിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റിംഗ് നമുക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയും മോളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാവാൻ പറഞ്ഞപ്പോഴേ വൈഫിന് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു ഡേറ്റിനോ ഒരു ഡിന്നറിനോ അങ്ങനെയൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ഭയങ്കര വീക്കാണ്. ഫസ്റ്റ് ഒരു ആനിവേഴ്സറിക്ക് മാത്രം ഞങ്ങൾ അബുദാബി വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലൊരു സർപ്രൈസ് കൊടുത്തു. പക്ഷെ അതും ചീറ്റിപ്പോയി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇതൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാനാണെങ്കിലോ നേരെ തിരിച്ചാണ്. ഈ വക കാര്യങ്ങളൊന്നും എനിക്കൊരു എന്താ ഒരു മനസ്സിലായല്ലോ, ആ ഒരു ഇതില്ല. അപ്പോൾ എനിവേ ഇന്നെന്തായാലും കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എന്താവുമെന്ന് കണ്ടറിയാം. ഓക്കെ, അമ്മയും മോള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ വരും. സോ ബാക്കി നമുക്ക് വീഡിയോ കാണാം. എവിടെയാണ് പോകുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പൊന്നു അറിയത്തില്ല എവിടെ പോണെന്ന്. എന്തിനാണ് പോണെന്നുള്ള ഐഡിയ ഉണ്ടോ? അതറിയായിരിക്കല്ലോ. എനിക്കറിയാം, വേണമൊക്കെ അറിയാത്ത പോലെ പ്രിറ്റൻഡ് ചെയ്യാം. എനിക്കറിയാം. അയ്യോ, എന്നാലും ഗസ് ചെയ്യാം ഏതെങ്കിലും ഒരു സ്ഥലം. ഏത് സ്ഥലം? ഹയാത്താണ്. ഇല്ല, ഹയാത്തല്ലേ? ഞാൻ ഹയാത്തിലായിരിക്കും എന്നാണ് വിചാരിച്ചത്. ആക്ച്വലി ഹയാത്തിനേക്കാൾ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. വേറെ ഏത് ആംബിയൻസ് ഉള്ള സ്ഥലം അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആണ് കാണാം സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഏതാന്ന്. ഓക്കെ, എനിക്ക് ചിരിയും വരുന്നു. ഇതാണ് ഞാൻ സർപ്രൈസ് തരാത്ത, മനസ്സിലായോ? ഇത് സർപ്രൈസ് എന്ന് പറയുമ്പോ ഞാൻ പറയും എന്നെ ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എന്തായാലും നോക്കാം. ഓക്കെ, ഇത് ഞാനായിട്ട് പ്രതീക്ഷിച്ചില്ല. ഹയാത്താണോ നല്ല, ഇതാണോ നല്ലത്? ഈ സ്ഥലം എക്സ്പെക്ട് ചെയ്തോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ആയിരിക്കും. ഞാൻ വിചാരിച്ചത് ഹയാത്തിലായിരിക്കും. മേ ബി ഹയാത്തിൽ നമ്മൾ ഡിന്നറിന് പോകുന്നെന്ന് വിചാരിച്ചു. ഹയാത്തിനേക്കാളും നൈസ് അല്ലേ ഇത്? അടിപൊളി ആംബിയൻസ് ആണ്. ആക്ച്വലി ഒരു ഡേറ്റിനൊക്കെ വരാൻ പറ്റിയ ആംബിയൻസ് ആണ് ഇവിടെ. പക്ഷെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ക്രൂ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? ഡേറ്റിലൊന്നും അല്ല, എൻ്റെ ക്രൂ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു വട്ടം. എല്ലാവരും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം അങ്ങനെ വന്നു. പക്ഷെ അന്ന് ആക്ച്വലി കുറച്ച് കൊതുക് കൂടുതലുണ്ടായിരുന്നു. ഫുള്ള് ഫാൻ. പക്ഷെ അടിപൊളി സ്ഥലമാണ്. അതായത് നല്ല ആംബിയൻസ്, നല്ല ആംബിയൻസ്. വാവക്കൂട്ടെന്താ ഇവിടെ നല്ല ഉറക്കത്തിലാണ്. അവർ തൊട്ടിൽ കൊണ്ടുവന്ന് വാവ അതിൽ കിടന്ന് ഉറങ്ങുവാണ്. നന്നായി വാവ ഉറങ്ങിയതല്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. ഞാൻ എപ്പോഴും ചോദിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ ഒരു ഡേറ്റിന് കൊണ്ടുപോകുമോ. ഞാൻ ഇതൊരു ഡേറ്റിന് പോയിട്ടില്ല. ഞാൻ ആരും ഡേറ്റിന് കൊണ്ടുപോയിട്ടില്ല ഇതുവരെ. എൻ്റെ ലൈഫിലെ തെണ്ടികളൊന്നും ഇതുവരെ എന്നെ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ കൊണ്ടുപോയി. ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. എവിടെ ക്യാൻഡിൽ? ആണല്ലേ ക്യാൻഡിൽ. ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും? ആരെയും കൊണ്ടുപോയില്ല. പിന്നെ കാശ് മുടക്കുള്ള പരിപാടിക്ക് നമ്മളില്ല. തെറ്റിത്തരം പറയല്ലേ പറ്റില്ല. ആരും അങ്ങനെ ഡേറ്റിനൊന്നും കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. ചോദിച്ചതിൻ്റെ അടുത്തും പറഞ്ഞു, പണ്ടുതലേ പറയുന്നതാണ് എന്നെ ഒരു ഡേറ്റിന് കൊണ്ടുപോകുമോ. ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ടൊരു ഡേറ്റിനാണ് വരിക. എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയോ ഗൈസ്? നാളെ ബർത്ത്ഡേ ആണ്. 29 വയസ്സാവുകയാണ്. 26 പോവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്താ? എനിക്ക് താല്പര്യമില്ല. എന്റെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞൂടാ. അങ്ങനെ പറയും. എൻ്റെ ഇഷ്ടമാണ്. ഞാൻ 26 ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ആ ഉറച്ചു നിൽക്കുന്നിടത്ത് ഞാൻ അങ്ങോട്ട് വരങ്ങില്ല, ഇങ്ങോട്ട് വരങ്ങില്ല.
ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് 26-ലാണ് എപ്പോഴും. ഓഹോ, അവിടെ നിന്ന് മാറാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനെന്ത് ചോദിക്കാൻ വന്നു. എന്താണോ ഓർഡർ ചെയ്തത്? കലമാരി. കലമാരി? അലമാരിയോ? അലമാരിയല്ല, കലമാരി. കണവയോ? ഡ്രിങ്ക് എന്താണ് ആക്ച്വലി? പിന്നെ ഒരു കോൾഡ് കോഫി പറഞ്ഞു. കോൾഡ് കോഫി. ഞാനൊരു ബിയർ പറഞ്ഞു. ആക്ച്വലി കോൾഡ് കോഫിയും കലമാരിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ എന്തോ പറഞ്ഞതേ ഉള്ളൂ. കോൾഡ് കോഫി കുടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അടിപൊളിയാണ്, പക്ഷേ നല്ല പ്രൈസും ഉണ്ട് അതുപോലെ. ഇന്നത്തോടെ ഇനി ഡേറ്റിന് കൊണ്ടുപോയില്ല എന്ന് പറയുന്നത് മനസ്സിലായോ? ആ ആന മീൻ. നമുക്ക് ഈ മീൻ മേടിച്ച് പൊരിച്ചു കഴിച്ചാലോ? നല്ല ഉറപ്പാണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ. അവരുടെ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. മസാല എന്താ പറഞ്ഞ മസാല? ആ, വട്ടയപ്പം. യെസ്. ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ട് Presentation is good. ഹലോ ഗൈസ്, നമ്മുടെ കലമാരി വന്നിട്ടുണ്ട്. എന്റെ ഡ്രിങ്ക് ഇതുവരെ വന്നില്ല. എടുത്ത് കഴിച്ചോ? വാവക്കുട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എണീച്ചിട്ടുണ്ട്. കോൾഡ് കോഫിയൊക്കെ വായിലോട്ട് വയ്ക്കുന്നുണ്ട്. വാവേ, സ്റ്റാർട്ടർ വന്ന് കഴിച്ചു കഴിഞ്ഞു. ഇനി മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യണം. വാവേ, എന്തോടെയാ കാണിക്കുന്നത്? വാവക്കൂട്ടവിടെ ഫിഷൊക്കെ നോക്കിയിരിക്കാം. വാവേ, ഫിഷ്. വാവ ഇങ്ങനെ നോക്കിയേ. നിറയെ മീൻ കണ്ടോ ഗൈസ്, ചെറിയ മീനുകൾ. മതിയോ? ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. കാരണം ഭാവയ്ക്ക് ഒട്ടും വയ്യ, ഭാവയ്ക്ക് ചുമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. പോവാം. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ്. വാവേ, വാവ പകുതിയായപ്പോൾ ഉറക്കം എണീച്ചു. ഭാവയ്ക്ക് പനിയാണ്. ഭാവയ്ക്ക് പനി, അതുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല.